ഡബിൾ യുവർ ഹാപ്പിനെസ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് ഹാപ്പിനെസ്സും ഗ്രാറ്റിറ്റ്യൂഡും തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നത്? അതിനു മുൻപേ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഹാപ്പിനെസ്? ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ 4 മേഖലകളുണ്ട്. ആദ്യം അതറിഞ്ഞിരിക്കണം. 4 മേഖലകൾ എന്ന് പറയുന്നത് ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി. ഈ 4 മേഖലകളും വയലിനിൽ 4 സ്ട്രിങ്സ് പോലെയാണ് ഈ ഹെൽത്തും റിലേഷൻഷിപ്പും കരിയറും മണിയും. ഈ 4 മേഖലകളും നമ്മൾക്ക് ബാലൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ലൈഫിൽ ആ ഹാപ്പിനെസ് നമ്മൾക്ക് ഫീൽ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും ഒരു സ്ട്രിങ് പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ മ്യൂസിക് ഫോം ചെയ്യുമോ? ഒരിക്കലും മ്യൂസിക് അവിടെ ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? 4 സ്ട്രിങ്സിനും വളരെയധികം പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ നമ്മളുടെ ലൈഫിൽ ഹെൽത്തിൽ നമ്മൾ വീക്കായിരുന്നാൽ നമ്മൾക്ക് ഈ റിലേഷൻഷിപ്പും കരിയറും മണിയൊന്നും നമ്മൾക്ക് ശരിക്കും പൂർണ്ണമായും നമ്മുടെ ലൈഫിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഈ 4 മേഖലകളും നമ്മൾ ബാലൻസ് ചെയ്തിരിക്കാനാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ഈ ഹാപ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നത്? ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് വളരെയധികം കോമൺ ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു പ്രാക്ടീസ് തന്നെയാണ്. നമ്മളുടെ മനോഭാവത്തിനെ തന്നെ മാറ്റും. നമ്മളുടെ ഏതിലേക്കുള്ള ഫോക്കസ് മാറ്റും. നമ്മൾ ഇല്ലായ്മയിലേക്കാണോ ഫോക്കസ് കൂടുന്നത്, ആ ഫോക്കസിനെ മാറ്റി നമ്മൾക്ക് ഉള്ളതിലേക്ക് ഫോക്കസ് കൊടുക്കാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ വളരെയധികം സഹായിക്കുമെന്നുള്ളതാണ്. നമ്മൾക്ക് ഹെൽത്ത് ഏരിയയിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം വിചാരിക്കാം. ഹെൽത്ത് ഏരിയയിൽ നമ്മളുടെ ഉള്ള ഹെൽത്തിന് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണെങ്കിൽ നമ്മളുടെ ഫോക്കസ് എവിടേക്കാണ്? നമുക്കുള്ള ഹെൽത്തിലേക്കാണ് ഫോക്കസ്. അപ്പോൾ നമ്മൾക്ക് വീണ്ടും വീണ്ടും നല്ല ഹെൽത്ത് കണ്ടീഷൻസും നല്ല ഹെൽത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു കാര്യമാണ് അവിടെ ഉണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ റിലേഷൻഷിപ്പും വെൽത്തും കരിയർ, മണി, ഈ മേഖലകളിലെല്ലാവിടെയും നമ്മളുടെ ഫോക്കസ് ഉള്ളതിലേക്കാണെങ്കിൽ ആ ഉള്ള കാര്യങ്ങളാണ് നമ്മളിലേക്ക് വീണ്ടും വീണ്ടും അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ലോ ഓഫ് അട്രാക്ഷനിൽ എങ്ങനെയാണ് നമ്മളുടെ ഫോക്കസ് എവിടേക്ക് പോകുന്നോ അത് അവിടേക്കാണ് നമ്മുടെ എനർജി എവിടേക്കാണോ പോകുന്നത്, അഥവാ നമ്മുടെ ഫോക്കസ് എവിടേക്കാണോ പോകുന്നത്, ആ കാര്യങ്ങളാണ് നമ്മളിലേക്ക് കൂടുതൽ അട്രാക്റ്റ് ചെയ്യുക. നമ്മുടെ ലൈഫിൽ ഉള്ള കാര്യങ്ങളിലേക്കാണ് നമ്മളുടെ ഫോക്കസ് പോകുന്നതെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾക്ക് ആ സമൃദ്ധിയും നമുക്കുള്ള കാര്യങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആ വർദ്ധിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രാക്ടീസാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ ഉള്ളതിനെക്കുറിച്ച് നന്ദിയോടുകൂടെ ഓർത്തിരിക്കുക, നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ നമ്മളെ വളരെയധികം സഹായിക്കും. ഈ ഹാപ്പിനെസ് എന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾക്ക് സഹായിക്കുന്ന ഏറ്റവും വലിയ ഒരു പവർഫുൾ ടെക്നിക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഈ കോൺസെപ്റ്റ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഗ്രാറ്റിറ്റ്യൂഡും ഹാപ്പിനെസ്സും ഇത്രയധികം കണക്ട് ചെയ്തിരിക്കുന്നുണ്ട് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.